വിശുദ്ധ ഖുർആനിന് വ്യത്യസ്തങ്ങളായ പേരുകൾ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ എന്ന പദത്തിൻ്റെ ആശയം വായിക്കപ്പെടുന്നത് എന്ന, വായിക്കപ്പെടുന്ന ഗ്രന്ഥം. അതിന് തൻസീൽ എന്ന മറ്റൊരു ആശയമുണ്ട്, ഇറക്കപ്പെട്ടത് എന്ന ആശയം. എന്ന് വെച്ചാൽ ഭൂമിയിൽ ആരും പടച്ചുണ്ടാക്കിയതല്ല, അത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന ആശയത്തിൽ. അതേപോലെ തന്നെ ഫുർഖാൻ എന്ന മറ്റൊരു പേര് ഖുർആനിന് കാണാൻ കഴിയും, സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥം. മനുഷ്യർക്കിടയിൽ വിശ്വാസപരമായിക്കൊണ്ടും സാമൂഹ്യപരമായിക്കൊണ്ടൊക്കെ നിലനിൽക്കുന്ന പല തെറ്റിദ്ധാരണകളും പാടെ തിരുത്തി മനുഷ്യനെ അസത്യങ്ങളിൽ നിന്നും സത്യത്തിലേക്ക് വഴിതെളിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് അതിന് ഫുർഖാൻ എന്നൊരു പേര് കാണാൻ കഴിയും. ഈ പേരുകളുടെ കൂട്ടത്തിൽ ഖുർആനുള്ള മറ്റൊരു പേരാണ് അദ്ദിക്ർ എന്നുള്ളത്. ഉത്ബോധനം നൽകപ്പെടുന്നത് എന്ന ഇതിനർത്ഥം. ഉത്ബോധനം നൽകപ്പെടുന്നത് എന്ന് വെച്ചാൽ ഖുർആൻ വായിക്കുന്ന ആളുകൾക്ക്, ഖുർആനിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഖുർആൻ ഉത്ബോധനം നൽകുന്നുണ്ട് എന്ന. ഖുർആൻ ഉത്ബോധനം നൽകണമെങ്കിൽ നമ്മൾ ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക്, ഖുർആനിൻ്റെ സന്ദേശങ്ങളിലേക്ക്, ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇവിടെയാണ് ഞാൻ ഖുർആനിലെ ഒരു സൂറത്തിൽ വന്നിട്ടുള്ള ഒരു പദം, സൂറത്തുൽ ഖമറിൽ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖമറിലെ ആയത്തുകൾ ഇങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ആയത്ത് ആ സൂറത്തിൽ 4 തവണ ആവർത്തിച്ചു വരുന്നു. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ആ ആയത്ത് ഏതാണെന്നുള്ളത്? സൂറത്തുൽ ഖമറിൽ 4 തവണ ആവർത്തിച്ചു വന്ന ഒരായത്ത്. ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. പെട്ടെന്ന് ഖമർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരാത്തതുകൊണ്ടാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ഓർക്കാനും വേണ്ടി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് ഉത്ബോധനം ഉൾക്കൊള്ളാൻ വേണ്ടി ഖുർആനെ ഞാൻ എളുപ്പമാക്കിയിരിക്കുന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. നിങ്ങൾക്ക് വല്ല ഉത്ബോധനവും വല്ല ചിന്തയും ഒക്കെ വരുന്നുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കണം. അതല്ലെങ്കിൽ ഉത്ബോധനം ഉൾക്കൊള്ളാൻ ആരുണ്ട് തയ്യാർ? ഖുർആനിൻ്റെ ചോദ്യമാണ്. നമുക്ക് വല്ലതും തോന്നിയോ? നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ ഖുർആനിൻ്റെ ആയത്ത് നേർക്ക് നേർ അർത്ഥം പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നമുക്കൊന്നും തോന്നില്ല. അപ്പം അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളിലേക്ക് ചില ഉദാഹരണങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് പറഞ്ഞ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഈ ആയത്ത് ആവർത്തിക്കുന്നത് ചില ചരിത്രങ്ങൾ പറഞ്ഞ്, ഒരു ചരിത്രം പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഈ ആയത്ത് ആവർത്തിക്കും. പിന്നെ ഒരു ചരിത്രം പറയും, വിശദീകരിക്കും, എന്നിട്ട് ആയത്ത് ആവർത്തിക്കും. ആ ചരിത്രം ഏതാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചില പ്രവാചകന്മാരുടെ സമൂഹത്തെ നശിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം അവരെന്ത് ചെയ്തു? അവർ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞ ഉത്ബോധനങ്ങളെ തള്ളിക്കളഞ്ഞ് ജീവിച്ചപ്പോൾ അവരിലേക്ക് വെള്ളപ്പൊക്കത്തെ അയക്കുകയും അതിലൂടെ ആ സമൂഹം നശിച്ചുപോയി. അതേപോലെ തന്നെ ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം, അതേപോലെ തന്നെ നമുക്കറിയാം ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ചില പ്രവാചകന്മാർ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു? അവരിലേക്ക് വെള്ളപ്പൊക്കം സംഭവിച്ചു. ചില ആളുകളിൽ കാറ്റ് വന്നു. ചില ആളുകളിലേക്ക് പിന്നെ ചുട്ടുപഴുത്ത കല്ലുകൾ മുകളിൽ നിന്ന് വർഷിച്ചു. ചില പ്രവാചകന്മാരിലേക്ക് ഘോര ശബ്ദം കടന്നു വന്നു. ശബ്ദങ്ങൾ കേട്ട് അതിൻ്റെ സമ്മർദ്ദം കാരണം അവരെന്ത് ചെയ്തു? മരിച്ചു വീഴുന്നു. ഈ രീതിയിൽ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഖുർആൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹുവിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാതെ ജീവിച്ചപ്പോൾ അവരെ അള്ളാഹു ശിക്ഷിച്ചതിന്, അവർക്ക് അള്ളാഹു ശിക്ഷ നൽകിയതിനെ, നശിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു പ്രവാചകനെ ചരിത്രം പറഞ്ഞ് ഈ ഖുർആൻ ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിക്കും. അപ്പോൾ ഞാൻ അത് ഇവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഈ അടുത്ത ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ദേശീയ ദുരന്തമായി മാറിയിട്ടുള്ള വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ദുരന്തം നമുക്ക് എന്നും ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായി, ദുരന്തമായിക്കൊണ്ട് ഇനി ചരിത്രത്തിൽ അത് എഴുതപ്പെടും.
നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഒരു പക്ഷെ നാളെ ആ ചരിത്രവും ആ പ്രദേശവും ഒക്കെ കടന്നു വരും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു രാത്രി കൊണ്ട്, കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഒരു നാട് തന്നെ ഇല്ലാതായിട്ടുള്ള ഒരു ചരിത്രം. ഞാൻ അവിടേക്ക് പോയി അവിടെ കുറച്ച് വളണ്ടിയർ പ്രവർത്തനമൊക്കെ നടത്തി. അത് അവിടെ നമ്മളെ യൂണിറ്റി വളണ്ടിയേഴ്സിൻ്റെ കൂടെ ഭാഗമായിക്കൊണ്ട് വളണ്ടിയർ പ്രവർത്തനം നടത്തുകയാണ്. അങ്ങനെ നടത്തുമ്പോൾ അവിടെയുള്ള പലരുമായി സംവദിക്കാം. അങ്ങനെ സംവദിക്കുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പുതുമയുള്ള കാര്യമല്ല. ഞങ്ങൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, നാളെ സ്കൂൾ ഉണ്ടാവില്ല. അങ്ങനെയാണ്, ഞങ്ങൾക്ക് പരിചയമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്കതിൻ്റെ ശബ്ദവും അറിയാം, അതിനൊരു സ്മെല്ലുണ്ട്, അതിൻ്റെ മണവും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് സംഭവിച്ചാൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന് ആ പ്രദേശവാസികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു സഹോദരൻ പറയാണ്, അങ്ങനെ രാത്രിയിൽ ഉരുൾപൊട്ടലിൻ്റെ പോലത്തെ വലിയ ശബ്ദം വന്നു. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, അത് ഉരുൾപൊട്ടലാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ട് ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കട്ടിലിൽ നിന്ന് രാത്രിയിൽ ഉണർന്ന് താഴേക്ക് ചവിട്ടിയപ്പോഴേക്ക്, നിലത്തേക്ക് ചവിട്ടിയപ്പോൾ എന്ത് ചെയ്യുന്നു, ഞങ്ങളുടെ വീട് എന്ത് ചെയ്യുന്നു, ഇളകുന്നുണ്ട്. വീടിനകത്തേക്ക് ചെളിയും വെള്ളവും കൂടി കയറാൻ തുടങ്ങിയ. അങ്ങനെ കയറാൻ തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ മകളും കൂടി പിറകിലെ ഡോറിലൂടെ പുറത്തേക്ക് ഓടി. എൻ്റെ ഭാര്യയും അവളുടെ അമ്മയും കൂടി എന്ത് ചെയ്തു, മുമ്പിലൂടെ ഇറങ്ങി ഓടിയെന്ന. പുറകിലൂടെ ഇറങ്ങി ഓടിയത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. നിമിഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, ആ സമൂഹം അല്ലെങ്കിൽ ആ വീടും ആ വീട്ടിലെ ആളുകളും ഇല്ലാതാവണം. ഇവിടെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ചൊരു കാര്യമുണ്ട്. അവർ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന് ശിക്ഷ അവരെ തേടിയെത്തിയെന്ന. അവർ രാത്രി ഉറങ്ങിക്കിടക്കുകയാണ്, നേരെ വെളുത്താൽ പലതും ചെയ്യണം, പല പ്ലാനിങ്ങോട് കൂടിയിട്ട് ഒരിക്കലും മരണം ഞങ്ങളെ കണ്ടുമുട്ടുകയില്ല എന്ന വിചാരത്തോടുകൂടി കിടന്നുറങ്ങുന്ന ആളുകൾ അവർ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന് ശിക്ഷ അവരിലേക്ക് വന്നു. ഒരിക്കലും ഞാൻ പറയുന്നത് വയനാട് ജില്ലയിലെ ഒരു പ്രവർത്തകനിലേക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്കും അള്ളാഹുവിന് ശിക്ഷ വന്നു എന്നുള്ളതല്ല. ഈ പരീക്ഷണമോ ഈ ദുരന്തമോ അത് വയനാട്ടുകാർക്കുള്ളതുമല്ല. അവർക്കത് സംഭവിച്ചുവെങ്കിൽ ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള പടച്ചറബിൻ്റെ ഒരു താക്കീതായി നമ്മളതിനെ മനസ്സിലാക്കണം. വേറൊരാൾ പറയാണ്, വേറെ സഹോദരൻ പറയണത്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് സംഭവിച്ചപ്പോൾ ഉരുൾപൊട്ടലാന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവിടെ ശബ്ദവും വീട് ഇളക്കമൊക്കെ സംഭവിച്ചപ്പോൾ എന്ത് ചെയ്യുന്നേരം തൊട്ടപ്പുറത്തെ റൂമിൽ കിടക്കുന്ന അച്ഛനെയും അമ്മയും വിളിക്കാൻ കാത്തു നിന്നില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഓടിയെന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഇന്ന് രാത്രി നമ്മളെ വീട്ടിൽ പോയി കിടന്നുറങ്ങണം. അങ്ങനെ നമ്മുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമുണ്ട്. നമ്മൾ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുന്ന ആൾ ആരായിരിക്കും? ഒന്നെങ്കിൽ നമ്മുടെ ഉപ്പയോ ഉമ്മയോ ആയിരിക്കും, അല്ലെങ്കിലോ നമ്മുടെ മക്കളായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളായിരിക്കും തൊട്ടപ്പുറത്തെ റൂമിൽ കിടക്കുന്ന ആൾ. ഈ സഹോദരൻ പറയാണ്, അങ്ങനെ ഒരു ദുരന്ത മുഖത്തെത്തിയപ്പോൾ തൊട്ടടുത്ത റൂമിൽ നിൽക്കുന്ന ആളെ വിളിക്കാൻ കാത്തു നിന്നില്ല, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഓടി. അതിനർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ വിളി വരും പോലെ വന്നു കഴിഞ്ഞാൽ, പരീക്ഷണം, ചില ദുരന്തങ്ങൾ, ചില പ്രത്യാഘാതം ജീവിതത്തിൽ നേർക്കുനേർ കാണുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉള്ളവരെ പോലും നമ്മൾ മറന്നുപോകും. അത് ആരാണെങ്കിൽ പോലും, ജനനം നൽകിയ വാപ്പയോ ഉമ്മയോ ആണെങ്കിൽ പോലും. ഖുർആൻ ഇത് നമ്മളെ നേരത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. നിങ്ങളെ പടച്ചുറപ്പിൻ്റെ മുമ്പിൽ നിങ്ങളെ വിചാരണ കൊണ്ടുവരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ സഹോദരൻ നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടിപ്പോകും. പിന്നെയോ വ ഉമ്മിഹി വ അബീഹി. നിനക്ക് ആരെ ഗർഭാശയത്തിൽ നിന്നാണ് നീ നൊന്ത് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്, ആ ഉമ്മയും ആരുടെ രക്തത്തിൽ നിന്നാണ് നീ ഉണ്ടായിട്ടുള്ളത്, ആ ഉപ്പയും നിന്റെ കൂടപ്പറപ്പുകളായിട്ടുള്ള, നീ ആർക്കു വേണ്ടിയാണ് ജീവിച്ചത്, നിന്റെ ഇണയും, നീ ആർക്കു വേണ്ടിയാണ് ഓടി നടന്നത്, നിന്റെ മക്കളും നിന്നെ വിട്ട് ഓടിപ്പോകുന്നൊരു ദിവസമുണ്ട് മോനെ, അതാണ് പരലോകം. ആ പരലോകത്തെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ആ ഖുർആൻ എന്ത് ചെയ്യുന്നു? ഇത് ജീവിച്ചിരിക്കുന്നത് നമുക്കിങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ്. പരലോകത്തേക്കൊന്നും പോകണ്ടോ, മരിച്ചു പോകുന്നു വേണ്ട. പടച്ചുറപ്പിൻ്റെ വിളി വരും പോലെ വന്നാൽ നീ എന്ത് ചെയ്തു പോകും? ദുനിയാവിൽ നിന്ന് തന്നെ നിന്റെ ഉമ്മയും ഉപ്പയും അച്ഛനെയും അമ്മയും ഇട്ട് നീ ഇറങ്ങി ഓടിപ്പോകും. ആ സഹോദരൻ പറയാണ്, അങ്ങനെ ഇറങ്ങി ഓടിയതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു, പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടിലെല്ലാവരും എൻ്റെ വീടും പോയി, അവരുടെ മൃതദേഹം പോലും ഈ സമയം വരെ കിട്ടിയിട്ടില്ല എന്നാണ്. ഉണ്ടോ നിങ്ങൾ? ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ വീട് നിൽക്കുന്ന സ്ഥലം ഇപ്പം അങ്ങനത്തെ ഒരു സ്ഥലം ഇല്ലാത്ത രീതിയിൽ ഖുർആൻ പ്രയോഗിച്ചു. അവരെന്ത് ചെയ്തു? അവരെ ഈത്തപ്പന മരകങ്ങൾ കടപുഴകി വീണതുപോലെ അത് മാറിക്കഴിഞ്ഞു.
ചില ഭൂമികൾ ഞാൻ കീഴ്മേൽ മറിക്കും എന്ന് പറഞ്ഞു. നമുക്ക് കാണാൻ കഴിയും, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലം അതൊക്കെ ഒന്ന് JCB കൊണ്ടൊന്ന് നിരത്തി ചുവന്ന പ്രദേശമാവും, ചിലപ്പോൾ അങ്ങനെ നിരത്തി ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അതേപോലെ നമുക്ക് ഈ ഗ്രാമം നേരത്തെ കണ്ട ആളുകൾ വീണ്ടും ഒന്ന് അവിടെ പോയി നോക്കുകയാണെങ്കിൽ അങ്ങനെയായി മാറിയിട്ടുണ്ടാവും. ഈ രീതിയിൽ ഒരുപാട് ഉദാഹരണങ്ങൾ. അതേപോലെ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും സുപരിചിതം ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ഫീൽ. ആ ഫീലിൻ്റെ അവസാനത്തെ ആയത്തെന്താ? കഅസ്വിൻ മഖ്വൽ, അല്ലേ? ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുമ്പ് പോൽ അവരാക്കി മാറ്റുന്നതാണ്. ചവച്ചരക്കപ്പെട്ട വൈക്കോൽ പോൽ, അല്ലേ? നമുക്കറിയാം, ഒരു മാടിന് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈക്കോൽ കൊടുക്കുന്നു. വൈക്കോൽ കൊടുത്ത് അത് തിന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് ചവച്ചരക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും, ചെറിയ ചെറിയ പൊടികളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ആ കഴിച്ച മാടിൻ്റെ പശുവിൻ്റെ ചുറ്റും ഭാഗത്തുണ്ടാവും. ഇതേപോലെ മനുഷ്യരായി മാറുകയാണ്. നമുക്കറിയാം, ഞങ്ങൾ അവിടെ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് പോകുന്നത് 6-ാം ദിവസമാണ്. അങ്ങനെ 6-ാം ദിവസം തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ മഗ്‌രിബിന് ശേഷം എന്ന് വെച്ചാൽ അവിടെ ആദ്യമായിക്കൊണ്ട് അവിടെയുള്ള ആരാരും കൊണ്ടുപോകാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത മൃതദേഹങ്ങൾ നശിപ്പിച്ച സന്ദർഭം. നശിപ്പിക്കല്ല, അതിന് നിറമാടിയിട്ടുള്ള ആ നിമിഷത്തിൽ അന്ന് 2 ആംബുലൻസ് നിലമ്പൂരിൽ നിന്ന് വരികയാണ്. നിലമ്പൂരിൽ നിന്ന് വന്നപ്പോൾ അവിടെയുള്ള വളണ്ടിയറിൻ്റെ ഞങ്ങളുടെ ലീഡർ പറഞ്ഞു, പോവരുത്, ഈ ആംബുലൻസിൽ കൊടുത്തിട്ടുള്ള ഡെഡ് ബോഡി കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കയറ്റി വെക്കണം എന്നാണ്. ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ വളണ്ടിയർ പ്രവർത്തനത്തിൽ പോയി വളണ്ടിയറായി ഒപ്പിട്ട് വളണ്ടിയർ പ്രവർത്തന ഡ്യൂട്ടിക്ക് ഇങ്ങനെ പോവാണ്. ഡ്യൂട്ടിക്ക് പോണ സമയത്ത് ഞങ്ങൾക്ക് നിർദ്ദേശം എന്താ തരാം? ഒന്ന്, ആ ഓഡിറ്റോറിയത്തിൽ കയറണം. ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് നിങ്ങൾ അവിടെയുള്ള കാഴ്ച ഒന്ന് കാണാൻ, നമ്മുടെ ജീവിതത്തിന് ഒരു ഉത്ബോധനം കിട്ടാൻ അത് വളരെ ഉപകരിക്കുന്ന, അല്ലേ? അങ്ങനെ കയറണമെങ്കിൽ അവിടുത്തെ പോലീസുകാർ പറഞ്ഞു 2 കൈയിലും ഗ്ലൗസ് ഇടണം, 2 മാസ്ക് ധരിക്കണം. അങ്ങനെ മാസ്കിൻ്റെ മുകളിൽ സാനിറ്റൈസർ അടിച്ചിട്ട് ഉള്ളിലേക്ക് കയറാൻ. നമ്മുടെ ഇവിടെ ഉള്ള ഒരു 400 സീറ്റൊക്കെ വരുന്ന ഒരു ഓഡിറ്റോറിയം, അവിടുത്തെ സീറ്റ് മുഴുവനും മാറ്റിയിട്ട് അതിൽ നിറച്ചു ഫ്രീസർ വെച്ച് അങ്ങനെ ഉണ്ടാവും. മനുഷ്യരെ കിടത്തുന്ന ഫ്രീസറില്ലേ, അത് വെച്ച് അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ഫ്രീസറിൽ വെച്ച മയ്യത്ത് നമ്മൾ കാണാൻ പോയിട്ടുണ്ടാവും. ആ മയ്യത്ത് ഇങ്ങനെ കാണാൻ പോകുമ്പോൾ അതിൻ്റെ ഫ്രീസറിൻ്റെ ഗ്ലാസ് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഫോർമാലിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരും. നമുക്ക് ആ ഒരു മയ്യത്തിൻ്റെ സ്മെല്ല് വരുമ്പോഴേക്ക് തന്നെ വല്ലാത്ത അസ്വസ്ഥതയാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ സമയത്ത് ഒരു 100 മയ്യത്ത് ഒരുമിച്ച് വെച്ച് അതിൻ്റെ ഫോർമാലിൻ്റെ സ്മെല്ല്, ഗന്ധം നിറഞ്ഞു നിന്ന ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നൊന്നും ആലോചിച്ച് നോക്കും, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ അസ്വസ്ഥരായി പോകും. അങ്ങനെ അസ്വസ്ഥരായിട്ട് ഒരുപാട് മയ്യത്ത് നിറച്ചു ഫ്രീസറാണ്, അവിടെ വേറെ ഒന്നുമില്ല, ഓഡിറ്റോറിയം നിറച്ചു ഫ്രീസറാണ്. അങ്ങനെ ഞാൻ പോയി കണ്ട ആദ്യത്തെ ഫ്രീസറിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു 6 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണ്. 6 വയസ്സുകാരിയാണ്. അങ്ങനെ 6 വയസ്സുകാരി, എൻ്റെ മകന് 8 വയസ്സാണ്. 6 വയസ്സുകാരിയായ കുട്ടിയുടെ, ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കാണാൻ പോകുമ്പോൾ ആ കുട്ടിയുടെ 2 കൈകളും ഇങ്ങനെ വെച്ചിട്ടുണ്ട്, 2 കാലുകളും ഓപ്പൺ ആക്കിയിട്ടുണ്ട്, വേറെ ഭാഗം ഒന്നും ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച്, എന്തിനാ കൈ മാത്രം ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ ഞാൻ ഇങ്ങനെ ആ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ പോവാണ്. കുട്ടിയുടെ മുഖം ഒന്ന് കാണണമല്ലോ. നോക്കാൻ പോകുമ്പോൾ കഴുത്തിൻ്റെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെറിയൊരു ഇറച്ചി കഷ്ണം ഉണ്ട്. എൻ്റെ വിരലിൻ്റെ വലിപ്പമുള്ളൊരു ഇറച്ചി കഷ്ണം എവിടെയുണ്ട്? കഴുത്തിൻ്റെ അവിടെയുണ്ട്. അത് തലയില്ലാത്ത മയ്യത്താണ്. എൻ്റെ ജീവിതത്തിൽ അന്നേ വരെ അതിനുശേഷവും തലയില്ലാത്തൊരു മയ്യത്ത് ഞാൻ നേർക്കുന്നവർ കണ്ടില്ല. നിങ്ങളാരും കണ്ടുകൊണ്ടെന്ന് എനിക്കറിയില്ല. അതോടുകൂടി മനസ്സിൽ വല്ലാത്തൊരു ഭയവും ഒരു ടെൻഷനൊക്കെ കയറി വന്നു. ഒരു പിഞ്ച് കുഞ്ഞ് തലയില്ലാതെ കിടക്കാണ്. തലയില്ലാത്തൊരു മയ്യത്തിൻ്റെ ചിത്രത്തെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കണത്, നേർക്കുന്ന കാഴ്ചയെക്കുറിച്ചിട്ടാണ്. പിന്നെ എന്തിനാ കൈ വെച്ചിക്കണത്? തല ഇല്ലെങ്കിൽ അങ്ങനെ ആളെ മനസ്സിലാവുക. അപ്പം മനസ്സിലാവാത്ത ആർക്കെങ്കിലും വിരൽ കണ്ടാൽ മനസ്സിലായിക്കോട്ടെ, എന്തെങ്കിലും അടയാളമുണ്ടെങ്കിലോ മറുകുണ്ടെങ്കിലോ ഒരു മോതിരമുണ്ടെങ്കിലോ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് തുറന്നു വെച്ചിരിക്കണം. അങ്ങനെ ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഇങ്ങനെ കാണാൻ ചെന്ന സമയത്ത് തല പരന്നു പോയിട്ടുള്ള, എങ്ങനെയായിരിക്കും? 2 പാറകൾക്കിടയിൽ കുടുങ്ങിയതായിരിക്കാം, അല്ലാഹു അലം. തല പരന്നു പോയിട്ടുള്ള, കാലറ്റു പോയിട്ടുള്ള, കഴുത്തറ്റു പോയിട്ടുള്ള, വയററ്റു പോയിട്ടുള്ള, കിട്ടിയത് ഒപ്പിച്ചു വെച്ച് ഒരു മനുഷ്യരൂപമാക്കിയിട്ടുള്ള ഒരുപാട് മയ്യത്തുകൾ. പിന്നെ അങ്ങോട്ടേക്ക് പോയപ്പോഴോ ഒന്നിനുള്ളിൽ വ്യത്യസ്തമുള്ള മയ്യത്തുകളാണ്. അങ്ങനെ ആ രാത്രിയിൽ എന്ത് ചെയ്തു? ഈ 2 ആംബുലൻസ് വന്നു. 2ലും ഓരോ ഫ്രീസറുണ്ട്. ആ ഫ്രീസറിൽ നിന്ന് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഒരു ഫ്രീസറിൻ്റെ ഉള്ളിൽ 2 മയ്യത്തുണ്ട്, 2 പകുതികളാണുള്ളത്. അങ്ങനെ അത് കയറ്റി വെച്ചു. അപ്പം ഞാൻ അടുത്ത ഡ്രൈവറോട് ചോദിച്ചു, ഇതിൽ എത്ര മയ്യത്തുണ്ട്? അപ്പോൾ ഡ്രൈവർ പറയാണ്, ഈ ഫ്രീസറിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടാവും? നിങ്ങളൊന്ന് വെറുതെ പറഞ്ഞു നോക്കാൻ. ഒരാൾ കിടക്കണം ഫ്രീസർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എടുക്കാനുള്ള സ്ഥലമാണുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള മയ്യത്ത് വെക്കണ ഫ്രീസർ ഉണ്ടാവുള്ളൂ. അതിൽ എത്ര മയ്യത്തുണ്ടാവും നിങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കാൻ പറ്റാം?
വെറുതെ 3 2 3 3 അല്ലേ? 10 മയ്യത്തിൻ്റെ കഷ്ണങ്ങളുണ്ടെന്ന് പറഞ്ഞത്. 10 ആൾക്കാരുടെ ശരീരത്തിൻ്റെ വേറെ വേറെ ഭാഗങ്ങൾ 10 പാക്കറ്റിൻ്റെ ഉള്ളിലുണ്ടെന്നാണ്. ഇത്ര പോകുന്ന പാക്കറ്റ് എടുത്തിങ്ങനെ നമ്പർ എഴുതിയിട്ട് ഇങ്ങനെ ഞങ്ങൾ വളണ്ടിയേഴ്സ് എന്ത് ചെയ്തു, മോർച്ചറി എന്ന് പറയാൻ കഴിയും, ഒരു ഓഡിറ്റോറിയം അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഫ്രീസിനുള്ളിലേക്ക് വെച്ചുകൊണ്ടാവും. ഇതേ ഞങ്ങൾ അസ്വിൻ മൗക്കൂൽ ഞാൻ പറഞ്ഞത്, പൈക്കോൽ തുമ്പ് ഇങ്ങനെ പൊട്ടി പോയ പോലെ. എങ്ങനെയാണ് ആ മയ്യത്തുകൾ അങ്ങനെ ആയത്? അങ്ങനെ ആയത് എങ്ങനെ? അവർ എവിടുന്ന് കിട്ടിയത്? വയനാട്ടിൽ നിന്ന് കിട്ടിയാണോ? അല്ല, അത് ചാലിയാർ പുഴയിൽ നിന്ന് കിട്ടിയതാണ്. എങ്ങനെ ചാലിയാർ പുഴയിലേക്ക് മുണ്ടക്കയിൽ ജീവിച്ച ആളെത്തി? സൂചിപ്പാറ എന്ന് പറയുന്നൊരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴത്തേക്ക് വീണതാണ് ഒഴുകിപ്പോയപ്പോൾ. സഹോദരങ്ങളെ, സൂചിപ്പാറ എന്ന വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരാൾ കാല് തെറ്റി താഴേക്ക് വീണാൽ മതി ശരീരങ്ങൾ മുറിഞ്ഞു പോകാൻ. അപ്പോൾ അത് ഒഴുകി വന്നു, താഴേക്ക് വന്നു, പീസായി എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ എങ്ങോട്ട് ഉപമിക്കാം. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഒരിക്കലും ആ സഹോദരങ്ങൾക്ക് ഒരു പരീക്ഷണമോ ശിക്ഷയോ വന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇത് കാണുന്ന മനസ്സിലാക്കാൻ നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യണം? ഒരു രാത്രി കൊണ്ട് നല്ലപോലെ നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുന്നത് പോലെ ഒരുപാട് സ്വപ്നങ്ങളും പ്ലാനിങ്ങിലും പോയി കിടന്നുറങ്ങിയ ആളുകൾ എന്താ ചെയ്യണത്? രാത്രി 2 മണി 3 മണി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉറക്കത്തിൻ്റെ ഏറ്റവും ആഴമുള്ള സമയമാണ്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് കണ്ണ് ചിമ്മി അടക്കുമ്പോഴേക്ക് അവർ ഒഴുകിപ്പോകുന്നു, വീഴുന്നു, മരിക്കുന്നു, ശരീരങ്ങൾ ഛിന്ന ഭിന്നമാകുന്നു. കണ്ടോ? ഇനിയോ ചില മയ്യത്തുകളൊക്കെ അത് മറ ചെയ്യാൻ പോലും മനസ്സിലാകാൻ പോലും കഴിയാതെ അഴുകിയതായി മാറുന്നു. എനിക്ക് ആ സന്നദ്ധ സേവന പ്രവർത്തനത്തിൽ ഡ്യൂട്ടി കിട്ടിയിരുന്നത് അവിടുത്തെ ആശുപത്രിയിലാണ്. ഞാൻ ആലോചിച്ചു, ആശുപത്രിയിൽ പോയിട്ട് ഇപ്പോൾ എന്ത് ഡ്യൂട്ടി ചെയ്യാനുള്ളത്? അവിടെ നമുക്ക് വളണ്ടിയർ വർക്കാവെന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ ഒരു മയ്യത്ത് തെരഞ്ഞ് അവിടെ പാറയിലും മണ്ണിലും തെരയുമ്പോൾ എവിടെന്നെങ്കിലും മയ്യത്ത് കിട്ടിയാൽ അത് ആദ്യം കൊണ്ടുവരിക എങ്ങോട്ടാണെന്നറിയോ? അത് ആദ്യം കൊണ്ടുവരിക അവിടുത്തെ മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിലേക്കാണ് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കുറേ വളണ്ടിയേഴ്സ് ഉണ്ട്, അവരതിനെ ക്ലീൻ ചെയ്യും, വൃത്തിയാക്കും. മണ്ണിൽ കുളിച്ച് കിടക്കുന്ന ചളിയിൽ കുളിച്ച് കിടക്കുന്നത് വൃത്തിയാക്കിയാലല്ലേ പോലീസുകാർക്ക് ഇൻക്വസ്റ്റ് നടത്താനും ഫോറൻസിക് ടെസ്റ്റുകൾ നടത്താനും അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഈ കഴുകുന്ന സ്ഥലത്തായിരുന്നു ഞാനടക്കമുള്ള കുറച്ച് സന്നദ്ധ പ്രവർത്തകർ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആംബുലൻസ് എന്ത് ചെയ്തു എന്നറിയാം? ഒരു ആംബുലൻസ് വന്ന് നിന്നു ഒരു വൈകുന്നേരം 4 മണിയായപ്പോൾ. അവിടെ നിൽക്കുന്ന വളണ്ടിയേഴ്സ് പൂർണ്ണമായിക്കൊണ്ട് PP കിറ്റൊക്കെ ഇട്ട് 2 കൈയിലും 3 വീതം ഗ്ലൗസുകൾ ധരിച്ച് 3 മാസ്ക് ധരിച്ച് തലമറച്ച് എല്ലാ രീതിയിലും ശരീരം മറച്ച് നിൽക്കുന്നവരെ. കാരണം അവിടെ വരുന്ന മയ്യത്തുകളിൽ നിറച്ച് പുഴുക്കളായിരിക്കും. ചെറിയ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന പുഴുക്കളുണ്ടാവും, കണ്ണുകൊണ്ട് കാണാത്ത പുഴുക്കളുണ്ടാവും. ഈ പുഴുക്കൾ എന്ത് തിന്നുന്ന പുഴുക്കളാണ്? മനുഷ്യന്റെ ശരീരം തിന്നുന്ന പുഴുക്കളാണ്, സാധാരണ പുഴുക്കളല്ല. നമ്മൾ മണ്ണിൽ കാണുന്ന സാധാരണ പുഴുക്കളല്ലത്. അവിടെ ആശുപത്രിയിലേക്ക് വരുന്ന പാക്കറ്റിനുള്ളിലുള്ളത് മനുഷ്യന്റെ ഇറച്ചി മാംസം തിന്നു തീർക്കുന്ന പുഴുക്കളാണ്. അത് നമ്മുടെ ശരീരത്തിൽ കയറിയാലോ എന്ന പേടി കാരണം എല്ലാവരും PP കിറ്റിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആംബുലൻസ് വന്ന് നിന്നു. ഒരുപാട് പോലീസുകാരാണ്, വലിയ DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഡ്യൂട്ടിക്ക് ആ സമയത്തുണ്ട്. ഒരുപാട് പോലീസുകാരുണ്ട്, ആശുപത്രിയിൽ ഒരുപാട് ജീവനക്കാരുണ്ട് അല്ലേ? അങ്ങനെ ആംബുലൻസ് ആശുപത്രിയുടെ മുമ്പിലൊന്ന് നിർത്തിയാൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും അങ്ങോട്ടേക്ക് പോയിട്ട് ആ മയ്യത്ത് ബോഡിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം? ആരായിരിക്കും? ഞാൻ നിങ്ങളെ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി ചോദിക്കുകയാണ്, പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ആരായിരിക്കും ഇങ്ങോട്ട് ശേഖരൻ? സന്നദ്ധ പ്രവർത്തകർ ചെയ്യും, പോലീസുകാർ ചെയ്യൂല. വളണ്ടിയേഴ്സ് സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് പോലീസുകാരും നഴ്സുമാരും അങ്ങോട്ട് മാറിക്ക് നടന്നുകാണ്ട് അവരായിരിക്കും ചെയ്യുക. ഈ ആംബുലൻസ് വന്ന് നിർത്തിയിട്ട് 20 ആളുകളും അവർ യൂണിഫോമിലാണ്, ഹോസ്പിറ്റലിലെ ആളുകളും വരുന്നില്ല. അത് ആ ആംബുലൻസ് തുറക്കുന്നതും ആ പാക്കറ്റ് അങ്ങനെ പറയുന്നത് ആ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഒരു പാക്കറ്റിൻ്റെ ഉള്ളിലാണ്. ആ പാക്കറ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൈമാറി ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തി അത് തുറന്നു. ശരിക്കും ശ്രദ്ധിക്കണേ, നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോയപ്പോൾ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആൾ പറഞ്ഞു എന്തോ ഒരു സ്മെല്ലുണ്ട് ബാക്കിൽ നിന്ന്, അടുക്കളൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ചത്ത് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വല്ല പൂച്ചയോ എലിയോ ചത്ത് കിടന്നിട്ട് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ, നായ കടിക്കുന്നതും ചെയ്തിട്ട് രാത്രി ആകുമ്പോഴത്തേന് നമുക്ക് ദുർഗന്ധം വരും. നമ്മളത് 6 ദിവസം കാത്തുക്കോ? നമ്മളത് പിറ്റേന്നിനെ കുഴിച്ചിടില്ല, രാത്രി കുഴിച്ചിടും, നാളെ എടുത്തുക്കോ? കുഴിച്ചിടും. കാരണം എന്താണ്? ദുർഗന്ധം സഹിക്കാൻ വയ്യ. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പൂച്ചയോ നായയോ മറ്റു ജീവികളോ ചത്തിട്ട് മരണപ്പെട്ടിട്ട് 6 ദിവസമായ ഒരു മയ്യത്തിനെ കൈകാര്യം ചെയ്തിക്കണോ? വിളിക്കണ ആരെങ്കിലും? 1 ദിവസമല്ല ഞാൻ പറഞ്ഞത്, 2 ദിവസമല്ല, 3 ദിവസമല്ല, 4 ദിവസമല്ല, 5 ദിവസം, 6 ദിവസമായ ഒരു ചത്ത ഏതെങ്കിലും ഒരു ജീവിൻ്റെ
മയ്യത്ത് കൈകാര്യം ചെയ്തുകണോ? ഇല്ല. പക്ഷേ അന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് മരണപ്പെട്ട് മണ്ണിൻ്റെ അടിയിൽ പാറിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടന്ന 6 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ശരീരമാണ് അല്ലേ. ഒരു ദിവസം കഴിയുമ്പോഴേക്ക് നമ്മുടെ മുന്നിലുള്ള ഈച്ചയും പൂച്ചയും എലീൻ്റെ ഒക്കെ സ്മെല്ല് നമുക്കറിയാം. അങ്ങനെ 6 ദിവസം മുമ്പ് മരിച്ച ആൾ മണ്ണിൽ അലിഞ്ഞതിൻ്റെ ആ ബാഗ് തുറന്ന് എത്ര സ്മെല്ലുണ്ടാവും, സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധം. ഈ ദുർഗന്ധമൊക്കെ വരുമ്പോൾ നമുക്ക് ഉള്ളിൽ പേടി കൂടി വരും. കാരണം നമ്മളിത് അനുഭവിച്ചിട്ടില്ലല്ലോ, നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. അങ്ങനെ ആ പാക്കറ്റ് തുറന്നിട്ട് ഇദ്ദേഹത്തെ വാഷ് ചെയ്യുന്ന ടേബിളിലേക്ക് കണ്ട് കൊട്ടി എല്ലാവരും കൂടി. അപ്പോൾ ഇയാൾ ഒരുപക്ഷെ നല്ല സുമുഖനായിരിക്കാം, സുന്ദരനായിരിക്കാം, പക്ഷെ അവിടെ കൊട്ടി അതിൻ്റെ നിറം എന്താണെന്ന് അറിയുങ്ങൾ, നിറം അത് കറുത്ത നിറമായിരുന്നു എന്നുള്ളതാണ്. അതിൽ പുഴുക്കളുണ്ട്, ഒരുപാട് പുഴുക്കളുണ്ട്, വെളുത്ത പുഴുക്കൾ കറുത്ത ശരീരത്തിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താരോ, എത്ര ധനാഢ്യനാണെങ്കിലും, എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും, എത്ര സമ്പത്തുള്ളവൻ, എത്ര വലിയ തറവാട്ടിൽ പറഞ്ഞവനാണെങ്കിലും, എത്ര വലിയ മസിലും ആരോഗ്യവും ഒരു അസുഖവുമില്ലാത്ത പിന്നെന്താ പറയുക വ്യായാമം ചെയ്ത് നടക്കുന്ന ആളാണെങ്കിലും മരണപ്പെട്ടാൽ നേരത്തോട് നേരം കഴിഞ്ഞാൽ അവൻ്റെ ശരീരം അളിയാനും ചെയ്യാനൊക്കെ തുടങ്ങുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ അവനെ ആർക്കും അവൻ്റെ സുഗന്ധമല്ല ഉണ്ടാവുക, ഗന്ധമായിരിക്കും ഉണ്ടാവുക, മോശമായ പിന്നെ മണങ്ങളായിരിക്കും ഉണ്ടാവുക. ആ ഒരു അവസ്ഥ മനുഷ്യന് വരികയാണ്. ഞാനിതൊക്കെ പറഞ്ഞത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട. ആ സഹോദരങ്ങൾക്ക് പാരിത്രിക വിജയവും പിന്നെ സൗഖ്യവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷെ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം ഇതിലെന്തല്ല, ഇത് അവർക്കുള്ളൊരു പരീക്ഷണം, അത് അവരുടെ കാര്യം എന്നുള്ളതല്ല. ജീവിച്ചിരിക്കുന്ന നമ്മളെ അതിലൂടെ പടച്ചവൻ എന്ത് ചെയ്യുന്നു, ഉത്ബോധനം നടത്തുക. ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ, ഖുർആനിൽ ഇത് സംബന്ധമായിട്ടുള്ള പല ശിക്ഷകളെ കുറിച്ചിട്ടും ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, വലക്കത് യസ്സർനൽ ഖുർആന ലിദിക്ർ. നിങ്ങൾക്ക് ഖുർആനിൻ്റെ ആയത്തുകൾ വായിച്ചിട്ട് അതിൽ നിന്ന് ഉത്ബോധനം, നിങ്ങളിൽ സംസ്കരണം ഉണ്ടാക്കാൻ വേണ്ടി ഖുർആനെ ഞാൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങളിൽ ആരുണ്ട് ആ ഉത്ബോധനം ഉൾക്കൊള്ളാൻ എന്നാണ് ചോദ്യം. നിങ്ങളിൽ ആരുണ്ട് ആ ഉത്ബോധനം ഉൾക്കൊള്ളാൻ? നിങ്ങൾക്ക് ഖുർആൻ പറയുന്ന പല കാര്യങ്ങളും ഞാനിതാ നിങ്ങൾക്കിവിടെ കൃത്യമായിക്കൊണ്ട് സത്യമായിക്കൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തി നൽകുകയാണ്. നിങ്ങൾ ആരുണ്ട് അത് ഉൾക്കൊള്ളാൻ എന്ന ഖുർആൻ പല തവണ ആവർത്തിച്ച് ചോദിക്കണം. ഈ ദിക്ർ എന്ന് പറയുന്നത് ഉത്ബോധനം ഉൾക്കൊള്ളുക, ഓർമ്മയുണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.